ബെൻസൺ മിസ്ട്രീസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം. പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ മേൽ നമുക്ക് ജയമെടുക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഒരു ജനതയെ വിമോചിപ്പിച്ചുകൊണ്ട് മോശ യാത്ര തുടരുകയാണ്. എന്നാൽ തങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി ഫറവോന്റെ സൈന്യം പിന്നാലെ വരുന്ന കണ്ടപ്പോൾ ജനം നിലവിളിക്കുവാൻ തുടങ്ങി. എന്ത് ചെയ്യും? ഇങ്ങനെ അവരുടെ ഭാവിയെ കുറിച്ച് അവർ ഉത്കണ്ഠയോടുകൂടി നിലവിളിക്കുമ്പോൾ മോശെ അവരോട് പറയുക എത്ര ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വന്ന് വായിക്കുന്നു. അതിന്റെ 13-ാം വാക്യം, മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. പ്രിയരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കഴിവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ളതായ വിടുതൽ നൽകുവാൻ കഴിയും. പ്രതിസന്ധികളെ അതിജീവിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കും. പർവ്വത സമാനമായ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ഭയപ്പെട്ടു പോയതായ ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ ധൈര്യം പകർന്നു കൊടുക്കുക എത്ര ചെയ്യുന്നത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ജയത്തിന് കുതിരയും രഥങ്ങളും ആവശ്യമില്ല, ഒരു സൈന്യം ആവശ്യമില്ല. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷമായി തീരും. ഇവിടെ ഭയത്തോടു കൂടിയിരുന്നതായി ജനത്തോട് മോശ പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. കേൾക്കുന്നതായ ഓരോ വ്യക്തിയോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക ചെയ്യുന്നത്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. നാം എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? കാരണം യേശു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ലോകത്തിന്റെ അന്ത്യത്തോളവും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഉറപ്പിന് ആധാരമായിരിക്കുന്നത്. യേശുവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായെങ്കിൽ, യേശു നമ്മോട് കൂടെ ഉണ്ട്, ഇമ്മാനുവേലായ ദൈവം നമ്മൾ വസിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടായെങ്കിൽ നമുക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ക്രിസ്തുവിന് സകലവും കഴിയും. ക്രിസ്തുവിന്റെ ബലത്തിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് ഈ ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രതികൂലമായിരുന്നതായ ആ ചെങ്കടൽ വിഭജിച്ച് അവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. താൻ സ്നേഹിക്കുന്ന ജനം, താൻ വീണ്ടെടുത്ത ജനം, അവർ നശിച്ചു പോകാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല. ആ ചെങ്കടലിലൂടെ പുതു വഴി ഉണ്ടാക്കി അവരെ പുറത്തു കൊണ്ടുവന്നു. പ്രിയരെ, ഒരു വഴിയും കാണാതെ ചെങ്കടൽ സമാനമായ പ്രശ്നമാണ് നാം അഭിമുഖീകരിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കും. ആഴിയിൽ വഴിയൊരുക്കുന്നതായ ദൈവത്തെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നത്. മനുഷ്യരാൽ അസാധ്യം, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും എന്ന ചിന്താഭാരത്തോടുകൂടിയിരിക്കുകയാണ്. നിശ്ചയമായിട്ടും നമ്മൾ അറിയാത്തതായ വഴികൾ ദൈവത്തിന്റെ മുമ്പിലുണ്ട്. നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങളെ അത്ഭുതകരമായിട്ട് ചെങ്കടലിൽ പുതിയൊരു പാതയുണ്ടാക്കി അവരെ നയിച്ച ദൈവം. ആ ജനം കടൽ കടന്ന് അക്കരെ എത്തിയപ്പോഴേക്കും അവരെ പിന്തുടർന്നായ ഫറവോനും സൈന്യവും ചെങ്കടലിൽ
ദൈവം മുക്കിക്കളഞ്ഞു. ആ വെള്ളം വീണ്ടും ചേർന്നപ്പോൾ, ഒരുമിച്ചപ്പോൾ ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഇന്നത്തേതിൽ ഇസ്രായേൽ ജനങ്ങൾ കണ്ടത് തങ്ങളുടെ ശത്രുക്കൾ തങ്ങളെ പിടികൂടുവാൻ വന്നതായ ഫറവോനും സൈന്യവും ചെങ്കടലിന്റെ തീരങ്ങളില് വേദനയറ്റ ശരീരങ്ങളായിട്ട് കിടക്കുന്നതായ കാഴ്ചയത്ര അവർക്ക് കാണുവാൻ കഴിഞ്ഞത്. ഫറവോന്റെ രഥങ്ങളും യുദ്ധക്കോപ്പുകളും എല്ലാം നശിച്ചുപോയി, ഒന്നുപോലും അവശേഷിച്ചില്ല. ഒരു ദൈവപൈതലിനെ പിന്തുടരുന്നതായ മനുഷ്യ പൈശാചിക ശക്തികളെ തകർക്കുന്നതായ ഒരു ദൈവം കാൽവരി ക്രൂശിൽ അതത്രേ ചെയ്തത്. യേശു ക്രൂശിന്റെ ശക്തിയാ സാത്താന്യ ശക്തികളുടെ മേൽ ജയമെടുത്തു. ആ ക്രൂശിന്റെ ശക്തിയാ ആ ക്രൂശിക്കപ്പെട്ടതായ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശു ക്രിസ്തു തന്നിൽ ആശ്രയിക്കുന്ന മക്കളെ വിടിവിപ്പാൻ തക്കവണ്ണം, അവർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ തക്കവണ്ണം സദാ ജാഗ്രതയോടുകൂടി ഇരിക്കുക ചെയ്യുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ദൈവം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും വിടുതൽ തരുവാൻ തക്കവണ്ണം, അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം യേശുവിന് കഴിയും. അതത്രേ നാം ഇവിടെ കാണുന്നത്. നാം വിശ്വസിക്കണം. വിശ്വാസത്തോടുകൂടിയും ദൈവത്തോട് ചോദിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരായിട്ട് അനവധി അത്ഭുതങ്ങൾ കണ്ടതായ ഇസ്രായേൽ ജനങ്ങൾ പിന്നത്തേതിൽ പുതിയ പുതിയ പ്രതിസന്ധികൾ ഞങ്ങൾ ദൈവത്തിൽ ഉടലെടുക്കുമ്പോൾ ഈ ദൈവത്തിന് ഈ പ്രശ്നത്തിൽ നിന്നും ഞങ്ങളെ വിടിവിക്കുവാൻ കഴിയുമോ എന്ന് അവർ സംശയിച്ചു. അവർ അവിശ്വാസികളായി തീർന്നു. അവിശ്വാസത്തിന്റെ ഫലമായിട്ട് 40 വർഷക്കാലം മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു തിരിയേണ്ടതായ ഗതികേട് അവർക്കുണ്ടായി. അവിശ്വാസം കാരണം അവർ രണ്ടുപേരൊഴിച്ച് മറ്റാർക്കും ആ തലമുറയിൽ വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കാരണം ഈ മരുഭൂമിയില് ഈ ലോക ജീവിതത്തിൽ നാമും അവരെ പോലെ കറങ്ങി 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 നടക്കുകയത്രേ ചെയ്യുന്നത്. പലപ്പോഴും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല, അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല, ആഗ്രഹിച്ച തലങ്ങളിലേക്ക് ഉയരുവാൻ കഴിയുന്നില്ല. അവിശ്വാസം അത്രേ അതിന് കാരണമെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനകത്ത് കഴിയും. എനിക്ക് കഴിയില്ല, എന്നാൽ യേശു കർത്താവിനകത്ത് കഴിയും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 12 പേരും തങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന വാഗ്ദത്ത ദേശത്തെ ഉറ്റുനോക്കുവാൻ പോയി. 2 പേർ ഒഴിച്ച് ബാക്കി 10 പേരും നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് അത്രേ കൊടുത്തത്. അവർ തങ്ങളുടെ കഴിവിലും തങ്ങളുടെ ബുദ്ധിശക്തിയിലും ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ ദേശം നമുക്ക് കൈവശമാക്കുവാൻ കഴിയത്തില്ല, അവിടെ ജീവിക്കുന്നതായ വ്യക്തികൾ സാധാരണക്കാരല്ല, നല്ല കായിക ബലമുള്ളവരത്രേ, നല്ല ഉയരമുള്ളവരത്രേ. അതുകൊണ്ട് ഞങ്ങളെ നോക്കിയപ്പോൾ, അവരുമായി നോക്കുമ്പോൾ വെറും വിട്ടിൽ എന്ന ഒരു നിലയിൽ ആ ഒരു ജീവിയോടുകൂടി തങ്ങളെ തന്നെ അവർ നിസ്സാരന്മാരായിട്ട് കണ്ട നിമിത്തം ആ 10 പേർക്കും ബാക്കി ഇസ്രായേൽ ജനത്തിന്, ആ തലമുറ ജനത്തിനും പാലും തേനും ഒഴുകുന്നതായി ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ ദേശം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയരെ, നിരവധി പ്രശ്നങ്ങളുടെ മധ്യേ, ആവശ്യങ്ങളുടെ മധ്യേ നാം ആയിരിക്കുന്നു. നമ്മെ തന്നെ നിസ്സാരന്മാരും ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിപ്പാൻ യോഗ്യതയില്ലാത്തവരും എന്ന് സ്വയം നിസ്സാരവൽക്കരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല, നമ്മുടെ അവസ്ഥ മാറുകയില്ല. ഒരു ബ്രേക്ക് ത്രൂ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ യേശുക്രിസ്തുവിന്റെ കഴിവിൽ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. യേശുവിന് അത് ചെയ്യുവാൻ കഴിയും എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാണൻ തന്ന യേശുക്രിസ്തു
യേശുവിന് നമ്മളോട് ഒരു പരിഭവമില്ല. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ മാറോട് അണയ്ക്കുന്നതായ ആശ്വസിപ്പിക്കുന്നതായ ഒരു യേശു കർത്താവത്രേ നമുക്കുള്ളത്. യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് തന്നിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമത്രേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും അവിശ്വാസം എന്ന ആ ദുഷ്ടഹൃദയത്തെ നീക്കിക്കളയുവാൻ തക്കവണ്ണം നാം തയ്യാറാകുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നാം യേശു ക്രിസ്തു വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാകുവാൻ പോകുന്നത് നാം കാണുവാൻ പോവുകയത്ര ചെയ്യുന്നത്. വിശ്വാസത്തോടുകൂടിയും നാം പ്രാർത്ഥനയിൽ എന്ത് ആവശ്യപ്പെട്ടാലും നൽകി തരാമെന്ന് യേശു ഗ്യാരണ്ടി ചെയ്തിരിക്കത്ര ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ദൈവഹിത പ്രകാരം എന്ത് യാചിച്ചാലും അതിന് മറുപടി ഉണ്ട് എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെതായ ആ കഴിവിൽ, ആ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത്. അതത്രേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവിടെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു രോഗി കടന്നു വരുന്നു. അവൻ യേശുവിനോട് പറഞ്ഞു, നമസ്കരിച്ചു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവൻ പറഞ്ഞു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. പ്രിയരെ, ഈ കുഷ്ഠരോഗിക്ക് യേശുക്രിസ്തുവിനും തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതായ ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയാക്കി, അവനെ കാഴ്ച പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കും ആവശ്യമായിരിക്കുന്നത് ഇത്തരത്തിലുള്ളതായ ലളിതമായിട്ടുള്ളതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയിലുള്ളതായ ഒരു വിശ്വാസം. യേശുവിന് കഴിയും, യേശുവിന് കഴിയും. മനുഷ്യന് അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം എന്നിവിടെ നാം വായിക്കുകയത്ര ചെയ്യുന്നത്. പ്രിയരെ, അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഓരോ വിഷയവും പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടിയുള്ളതായിരിക്കണം. Faith in Christ's ability can bring miracles in your life. കർത്താവ് യേശുക്രിസ്തുവിനുള്ളതായ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. കർത്താവിന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിന്റെ മനസ്സുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് മാറ്റിത്തരുവാൻ തക്കവണ്ണം യേശു മനസ്സുള്ളവനത്രയും. യേശു നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരും. അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, അവനോട് പറ്റിച്ചേർന്നിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും എന്ന് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു. യേശുക്രിസ്തുവും കാഴ്ചയില്ലാതിരുന്നതായ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, ബിലീവ് that I am able to do this. നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിത് ചെയ്തു തരുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരത്ഭുത സൗഖ്യം കാഴ്ച പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്ന് വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം യേശു ഒരുക്കമത്രേ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസത്തോടുകൂടിയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കേൾവിക്കാരായിരുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം, ശക്തീകരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഴിവിൽ, ബലത്തിൽ, ശക്തിയിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും പർവ്വത സമാനമായ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ നിന്നും കർത്താവെ അവിടുന്ന് മാറ്റിക്കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ സുഖമുണ്ടാകട്ടെ, ബലഹീനതകൾ മാറിപ്പോകട്ടെ. യോഗാത്മാക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു.
യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലെ സൗഖ്യം പ്രാപിക്കുക. യേശുവേ നന്ദി. ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.